ഇന്ത്യ കൊടുങ്കാറ്റായി പാകിസ്ഥാനിൽ ആഞ്ഞടിച്ച ആ ഒരു വിഷയം ഇന്ന് 16 മണിക്കൂർ ചർച്ച ചെയ്യാനായി ലോക്സഭയും നാളെ അതുപോലെ തന്നെ 16 മണിക്കൂർ ചർച്ചയ്ക്കായി രാജ്യസഭയും ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷം പാകിസ്ഥാനെ പോലെ പെരുമാറുന്നതും പാകിസ്ഥാന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പരിവാര സംഘവും ഇന്ത്യക്കെതിരായി സംസാരിക്കുന്നുവെന്നും വിമർശിച്ചുകൊണ്ട് BJPയുടെ നേതാക്കൾ ഇതിനു മുൻപ് തന്നെ രംഗത്ത് വന്നതാണ്. ഏറ്റവും ഒടുവിൽ അതിനുള്ള ഉദാഹരണമായി ചിദംബരം പറഞ്ഞിരിക്കുന്ന ആ ഒരു ചോദ്യം തന്നെയാണ് BJP വിമർശിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഭീകരർ വന്നതിന് എന്താണ് തെളിവ്? പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെക്കുറിച്ചാണ് ആർക്കും തന്നെ സംശയമില്ലാത്തൊരു കാര്യത്തിൽ ഇത്രയധികം സംശയം ഉന്നയിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ. രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ നടപടി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കുമില്ല എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ കോൺഗ്രസിനല്ലാതെ രാജ്യത്തെ ജനങ്ങൾക്കാർക്കും തന്നെ സംശയമില്ലാത്ത ഇത്തരം ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ പാക് അധീന കശ്മീരിലെയും 9ഓളം ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. 100-ലധികം ഭീകരരെ വകഭേരുത്തി. അതെങ്ങനെയായിരുന്നു, ആ ഓപ്പറേഷൻ ഏത് രീതിയിൽ പ്രാവർത്തികമാക്കി എന്ന് പ്രതിരോധ മന്ത്രി തന്നെ ലോക്സഭയിൽ തുടങ്ങിവെച്ചു. സേനയുടെ മഹത്വവും ധീരതയും ലോകം അങ്ങനെ മനസ്സിലാക്കി. 16 മണിക്കൂർ ചർച്ചയ്ക്ക് ലോക്സഭയിൽ തുടക്കമിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ബലം എത്രത്തോളം എന്നുള്ളതിനെ നമിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഐതിഹാസിക നടപടി തന്നെയാണ്, ഒരു സംശയവുമില്ല. നൂതന സാങ്കേതികവിദ്യയും അതുപോലെ പോരാട്ടവീര്യവും സമന്വയിക്കുന്ന ഒരു വലിയ തന്ത്രമായി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ ലോകം നോക്കിക്കണ്ടത്. കേവലം ഒരു സൈനിക നടപടി എന്ന രീതിയിൽ മാത്രം അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് ഇന്ത്യയുടെ ശക്തി ലോകത്തെ തന്നെ അറിയിച്ച ഒരു ധീരമായ നടപടി കൂടിയായിരുന്നു അത്. മതം ചോദിച്ച് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തി ആ ഭീകരർ. പാകിസ്ഥാൻ്റെ പങ്കതിൽ വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യക്കുള്ളിൽ ഏത് തരത്തിലുള്ള വിഷം കുത്തിവെക്കാനാണോ അവർ ലക്ഷ്യമിട്ടത് അത് നടന്നില്ല. എന്നാൽ തിരിച്ചടിയെന്നോണം കൃത്യമായി 9ഓളം തീവ്രവാദ കേന്ദ്രങ്ങളെ ഇന്ത്യ തകർത്തു. 100-ലധികം തീവ്രവാദികളെ അങ്ങനെ ഇല്ലാതെ ചെയ്തു. അക്കൂട്ടത്തിൽ ലഷ്കർ ഇ തൈബയും ഹിസ്ബുൾ മുജാഹിദീൻ സംഘടനകളും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ സംഘടനാ ആസ്ഥാനങ്ങൾ മണ്ണിനടിയിലായി. പാകിസ്ഥാൻ ആർമിയുടെയും ISIയുടെയും പിന്തുണ അവർക്ക് പരിപൂർണമായി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മെയ് 7-ാം തീയതി രാത്രി 1:05 ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം ആരംഭിച്ചു. നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രധാനമന്ത്രി മുന്നിട്ട് നിന്നു. കേവലം 22 മിനിറ്റിൽ സിന്ദൂർ ലക്ഷ്യം കണ്ടു. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങളുമായി പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിശക്തമായ മറുപടി നൽകി ഇന്ത്യ നെഞ്ചുമരിച്ച് മുന്നിൽ നിന്നു. ഭയന്ന് വിറച്ച പാകിസ്ഥാൻ പിന്നീട് ചർച്ചയ്ക്ക് തയ്യാറായി. അതിനെ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് ഹനുമാൻ ലങ്കയിൽ ചെയ്ത പോലെ ഇന്ത്യ പ്രവർത്തിച്ചു എന്നാണ്. കരവ്യോമസേനകൾ അതിശക്തമായ മറുപടി നൽകിയപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാനായി അവർക്ക് സാധിച്ചില്ല. എന്നാൽ ഇന്ത്യയുടെ യുദ്ധ സംവിധാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാം, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ആധുനിക യുദ്ധ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി തന്നെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ പ്രതിരോധമായിരുന്നു, ഒരിക്കലും ഒരു പ്രകോപനമായിരുന്നില്ല നൽകിയത്. തീവ്രവാദത്തോട് സന്ധിയില്ല എന്ന അതിശക്തമായ സന്ദേശം നാം ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടയിൽ ജമ്മു കശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരുമായ ഒരു ഏറ്റുമുട്ടലുണ്ടായി. അതുതന്നെയാണ് ഏറ്റവും ഹൈലൈറ്റഡായി എടുത്തു പറയുന്ന വിഷയം. കാരണം അതിന് മറ്റൊരു സസ്പെൻസ് കൂടി നിലനിൽക്കുന്നുണ്ട്. ദരയിലെ ലിഡ്വാസ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം അനുസരിച്ച് സൈനിക നടപടി തുടങ്ങി. 11 മണിക്ക് രാവിലെ ആരംഭിച്ച സൈനിക നടപടി ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയാണ്. 3 ഭീകരരെ അതിൽ വകവരുത്തിയെന്ന് പ്രതിരോധ സേനാ വൃത്തങ്ങളും അറിയിച്ചു. ദശിഗ്രാം ദേശീയോദ്യാനത്തിന് സമീപമുള്ള ഹർവാൻ മേഖലയിലാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഈ ഏറ്റുമുട്ടൽ നടന്നത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന ഈ നടപടി ആർമി, CRPF, ജമ്മു കാശ്മീർ പോലീസ് എന്നിവർ ചേർന്ന് പങ്കാളികളായി തന്നെയാണ് നടത്തിയത്. ഓപ്പറേഷന് പിന്തുണ കൊടുക്കാൻ കൂടുതൽ സൈനികരെ സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു. ഇനി എന്താണ് സസ്പെൻസ് എന്ന് ചോദിച്ചാൽ ഈ ഏറ്റുമുട്ടലിൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ തന്നെ കൊല്ലപ്പെട്ടുവെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. ആ 3 ഭീകരരെ ഇന്ത്യക്ക് കൊലപ്പെടുത്താനായി സാധിച്ചു. ലഷ്കർ ഭീകരൻ സുലൈമാനെയാണ് സൈന്യം വകവരുത്തിയത്. പാകിസ്ഥാൻ ആർമിയുടെ തന്നെ ഭാഗമായിരുന്ന പാരാകമാൻഡോ ആയിരുന്ന ഹാഷിം മൂസ എന്ന ഈ ഭീകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒപ്പം അബു ഹംസ, യാസിർ എന്നിവരും മറ്റ് കൊല്ലപ്പെട്ട 2 പേരാണ്.
ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന 3 പേരും 3 ഭീകരരും പാകിസ്ഥാനി സ്വദേശികളും ലഷ്കർ ഭീകരരുമാണ്. ഓപ്പറേഷന്റെ ഭാഗമായി കൂടുതൽ സേനയെ പ്രദേശത്ത് വിന്യസിച്ചു കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നുവെന്നും സേന തന്നെ വ്യക്തമാക്കുകയാണ്. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ വെച്ച് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ ആ വെടിവെപ്പിൽ മലയാളി ഉൾപ്പെടെ 27 പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. മലയാളിയായ എൻ രാമചന്ദ്രൻ അടക്കം കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും UAE, നേപ്പാൾ സ്വദേശികളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 20 പേർക്ക് ഇതിൽ പരിക്കും സംഭവിച്ചു. ദക്ഷിണ കശ്മീരിൽ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിലായിരുന്നു രാജ്യത്തെ തന്നെ നടുക്കിയ ഈ ആക്രമണമുണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ജാതിയും മതവും തിരക്കി വെടിയുതിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അതിനുള്ള കൃത്യമായ മറുപടി നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ സിന്ദൂരത്തിലകം മായ്ച്ചതിനുള്ള മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകുകയും ചെയ്തു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ മറച്ചുവെക്കുന്നെന്നും പഹൽഗാമിലെ ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവർ തന്നെയാണെന്നതിൽ ഉറപ്പില്ലെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള P. ചിദംബരത്തിൻ്റെ വിവാദ പരാമർശം. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കടുത്ത വിമർശനമാണ് ഇതിന് BJP നൽകുന്നത്. പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് വെമ്പിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് BJP നേതാവ് അമിത് മാളവ്യ പറഞ്ഞത്. എവിടെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അവരെ നേരിടാത്തത് എന്തുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞതുപോലുമില്ല. ഭീകരർക്ക് സഹായം ചെയ്തുവെന്ന പേരിൽ കുറേ പേരെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നു. അവർക്കൊക്കെ എന്ത് സംഭവിച്ചുവെന്നും ചിദംബരം ചോദിക്കുന്നു. പലപ്പോഴായി ഉദ്യോഗസ്ഥരിൽ നിന്നും പുറത്തു വന്ന ചില വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. CDS സിംഗപ്പൂരിൽ ചെന്ന് പറഞ്ഞതിൽ നിന്നും ചില വിവരങ്ങൾ കിട്ടി. സൈനിക ഉപമേധാവി മുംബൈയിൽ നടത്തിയ പ്രസ്താവനയിൽ നിന്നും ചിലത് കിട്ടി. ഇന്തോനേഷ്യയിൽ നാവികസേനയിലെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ ഒരു പ്രസ്താവന നടത്തി. എന്നാൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഒരു സമഗ്രമായ പ്രസ്താവന നടത്തിയില്ല? സിന്ദൂറിൽ നമുക്ക് തന്ത്രപരമായ തെറ്റ് സംഭവിച്ചിട്ടുള്ളത് മറയ്ക്കാനുള്ള നീക്കമാണോ ഈ നടത്തിയിരിക്കുന്നത് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ചിദംബരം ചോദിക്കുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായി തന്നെയാണ് BJP പ്രതികരിച്ചിരിക്കുന്നത്. ഓരോ തവണയും പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള ഭീകരാക്രമണത്തെ നമ്മുടെ സേന നേരിടുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയുടെ പ്രതിപക്ഷമായിരിക്കുന്നതിന് പകരം പാകിസ്ഥാന്റെ പ്രതിരോധ അഭിഭാഷകരായി മാറുന്നതെന്നാണ് അമിത് മാളവ്യ ചോദിക്കുന്നത്. കാവി ഭീകരത എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് UPA സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം. ദേശീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ അവ്യക്തത ഉണ്ടാകരുത്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അവരെപ്പോഴും ശത്രുക്കളെയാണ് സംരക്ഷിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പ് പങ്കുവച്ചു. മുംബൈ ഭീകരാക്രമണം മുതൽ സർജിക്കൽ സ്ട്രൈക്കും പഹൽഗാമും വരെ കോൺഗ്രസിൻ്റെ കരങ്ങൾ എപ്പോഴും പാകിസ്ഥാനൊപ്പം തന്നെയാണെന്നും BJP വക്താവ് ഷഹ്സാദ് പുനെവാലയും വിമർശിക്കുകയുണ്ടായി.